നമുക്കിന്ന് സദ്യയിലെ തന്നെ കേമനായ പുളിയിഞ്ചിയെ ഉണ്ടാക്കിയാലോ? അതിനായി ആദ്യം തന്നെ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് പുളിവെള്ളം തയ്യാറാക്കണം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 2 സ്പൂൺ എള്ളെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അരിഞ്ഞു വെച്ച 1/2 കപ്പ് ഇഞ്ചി ചേർക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഇളക്കണം. ഗോൾഡൻ കളർ ആയതിനു ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി എന്നിവ ചേർക്കണം. അതിനുശേഷം പുളിവെള്ളം ആഡ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കാം. ശർക്കരപ്പൊടി ഇല്ലാത്തവർക്ക് ശർക്കര ഉരുക്കിയും ചേർക്കാം കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിലും വ്യത്യാസം വരുത്താം. സമയം ഉപ്പും കൂടെ പാകമാണോ നോക്കാം. അതിനുശേഷം കടുക്, ചെറിയ ജീരകം, എള്ള്, ഉലുവ എന്നിവ ചൂടാക്കി പൊടിച്ചു മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും ചേർത്ത് വറവിടുക. നമ്മൾ പൊടിച്ചു വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നമ്മുടെ പുളിങ്കറി റെഡിയായി. ചൂടാറിയതിനു ശേഷം നമ്മുടെ പുളിങ്കറി കുറച്ചുകൂടെ കട്ടിയാവും കേട്ടോ. നാളെ കാണാം. ബൈ.